ഹായ് എവരിവൺ. നമ്മൾ 3 സുഹൃത്തുക്കൾ. എൻ്റെ പേര് ദേവാനന്ദ് എന്നാണ്. കാസർഗോഡാണ് സ്വദേശം. അതുപോലെ നമ്മുടെ കൂടെ സഞ്ജയ് തിരുവനന്തപുരം സ്വദേശിയാണ്. അതുപോലെ ശിഹാബ് മലപ്പുറം സ്വദേശിയാണ്. ആളിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യാണ്. നമ്മളെല്ലാവരും പല സ്ഥലത്താണ്. നമ്മൾക്കൊരു ക്രിക്കറ്റ് ഗ്രൂപ്പുണ്ട്. അതിൽ നമ്മൾ ദിവസേന ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ സംസാരിക്കാറുണ്ട്. നമ്മൾ തീരുമാനിച്ചു ഇന്ന് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്രിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ വീണ്ടും ഒരു ICC ഇവന്റിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്ത്യ ഒരു ICC ഇവന്റ് ഫൈനലിൽ എത്തുന്നത് 1983 വേൾഡ് കപ്പിലാണ്. അതിനുശേഷം ആദ്യമായിട്ട് ഫൈനലിൽ എത്തുന്നത് ആക്ച്വലി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലാണ്. അന്ന് ICC നോക്കൌട്ട് ടൂർണമെന്റ് എന്നായിരുന്നു അതിന്റെ പേര്. അന്നും ന്യൂസിലൻഡ് തന്നെയാണ് നമ്മുടെ ഒപ്പോണന്റ് ആയിട്ടുള്ളത്. 2000 നടന്ന ICC നോക്കൌട്ട് ടൂർണമെന്റ്. അന്ന് 2000 ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടിയ സമയത്ത് ന്യൂസിലൻഡാണ് വിജയിച്ചത്. അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയും ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റൻ സ്റ്റീഫൻ ഫ്ലെമിംഗും ആയിരുന്നു. പിന്നീട് 2002 എഡിഷൻ തൊട്ട് ചാമ്പ്യൻസ് ട്രോഫി എന്ന് റീനെയിം ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം 25 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം 2021 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്നത് ഇതേ ന്യൂസിലൻഡിനോടാണ്. ഓൾമോസ്റ്റ് ഇതേ ടീമിനോടാണ് തോറ്റുപോയിട്ടുള്ളത്. അപ്പോൾ എന്താണ് സഞ്ജയ്ക്ക് ഈ ഒരു ഫൈനലിന് മുന്നോടിയായിട്ട് പറയാനുള്ളത്? ന്യൂസിലൻഡ് എന്നുള്ള ടീം ഇന്ത്യക്ക് എത്രമാത്രം ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്? പ്ലേയേഴ്സായാലും ഫാൻസിനായാലും ഇന്ത്യക്ക് ഒരു ടഫ് എന്ന് പറയുന്നത് ഈ ICC ഇവന്റ്സ് ഇതുപോലെ നോക്കൗട്ട് ടൂർണമെന്റ്സിൽ സ്റ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡാണ് ഇത്രയും ടഫ് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ന്യൂസിലാൻഡ് ഒരു ടഫ് ടീമാണ് ഇന്ത്യ എന്തൊക്കെ പറഞ്ഞാലും. അപ്പം ഇതൊരു ടഫ് ടൂർണമെന്റ് ഫൈനൽ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ടീം അത്രയും ഡോമിനന്റ് ആണ്. ഈ ടൂർണമെന്റിൽ 8 ടീമിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡോമിനന്റ് സൈഡ് ഇന്ത്യ തന്നെയാണ്. പിന്നെ കുറെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതുപോലെ ഒരേ വെന്യൂവിൽ തന്നെയാണ് കളിക്കുന്നത്. ട്രാവലിംഗ് അങ്ങനെ ഇല്ല. ഈസിയാണ് അവർക്ക്. പരിഗണന കൂടുതലാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിരുന്നു. ഈ ICC ചാമ്പ്യൻസ് ട്രോഫി തിരിച്ചു വന്നിട്ടുള്ള ഈ ടൂർണമെന്റ് പല രീതിയിൽ കോൺട്രവേഴ്സീസ് വന്നിട്ടുള്ളതാണ്. പിന്നെ പാകിസ്ഥാനിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കളിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഇഷ്യൂ. പിന്നെ 2 വേദികളിലായിട്ട് കളിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് എല്ലാ ടീമുകൾക്കും ഉണ്ടായി. ഇന്ത്യക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ICC കണ്ട് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. പാകിസ്ഥാനിൽ കൊടുക്കരുതായിരുന്നു. ഈ ഒരു ഉപദ്രവം ബാക്കി ടീമുകൾക്ക് വരാതിരിക്കാൻ പാകിസ്ഥാനിലോട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. പാകിസ്ഥാനെ കുറ്റപ്പെടുത്തല്ല. ഇങ്ങനെ ഒരു ഇന്ത്യ ഇല്ലെങ്കിൽ ആ ടൂർണമെന്റിനെ ബിസിനസിനെ നല്ല രീതിയിൽ ബാധിക്കും. വെറുതെ ക്രിക്കറ്റ് ടൂർണമെന്റ് വെറുതെ നടത്തുന്ന പോലെ തോന്നും. അപ്പൊ ഇന്ത്യ ഇല്ലാതെ നടത്താനും പറ്റില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇനിയിപ്പോ UAE സെലക്ട് ചെയ്താൽ പോലും പാകിസ്ഥാൻ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സെലക്ട് ചെയ്താൽ പോലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ ഈക്വൽ ആനുകൂല്യം കിട്ടും. ഇന്ത്യ ആൾറെഡി ഒരു സ്ട്രോങ് സൈഡാണ്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജോടെ കിട്ടുമ്പോഴത്തേക്ക് ഷുവറായിട്ടും ഇന്ത്യക്ക് ഈ ഫൈനൽ എന്ന് പറയുന്നത് കേക്ക് വാക്കാണെന്ന് ഞാൻ പറയൂ. പക്ഷേ ഓപ്പണന്റ് ഇപ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കയോ ഓസ്ട്രേലിയയോ ആയിരുന്നെങ്കിൽ ഷുവറായിട്ടും ഇന്ത്യയെ ജയിക്കും എന്ന് പറയാം. ഇന്ത്യയുടെ അത്ര സ്ട്രോങ് ആയിട്ട് ഒരു ടീമും ആക്ച്വലി ഇല്ല. കുറച്ചെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ തോന്നിയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡുമാണ്. അതിൽ സൗത്ത് ആഫ്രിക്ക തോറ്റ് ന്യൂസിലൻഡ് ഫൈനൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡ് ചിലപ്പം ഇന്ത്യയുടെ ഫൈനലിലെ ഒരു സ്വഭാവങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പാരയാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് എന്തായാലും ഇന്ത്യക്ക് പാരയാവില്ല. എന്റെ അഭിപ്രായത്തിൽ ന്യൂസിലാൻഡ് ടഫ് ഫൈനൽ ടീം തന്നെയാണ്. നമ്മളിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കണ്ട പോലെ ഒരു ഈസി വിന്നൊന്നും എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം നോക്കൗട്ട് എന്ന് പറയുമ്പോൾ വേറെ രീതിയാണ്. പല പ്ലേയേഴ്സും നോക്കൗട്ടിൽ കളിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് വേൾഡ് കപ്പിൽ 23 വേൾഡ് കപ്പല്ല നമ്മൾ കണ്ടതാണ്. അപ്പോൾ മുന്നേ ഉള്ള ഓരോരോ ഫൈനൽസും ഇതുപോലത്തെ സ്റ്റേജസ് എല്ലാം ഇന്ത്യ കടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഒന്നാം സെമിയിൽ നമ്മൾക്ക് ഓസ്ട്രേലിയനെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്ര ടെൻഷനിലായിരുന്നില്ല. പൊതുവേ നമ്മളൊരു ICC ടൂർണമെന്റിൽ ഓസ്ട്രേലിയയെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ടെൻഷൻ ഉണ്ടാവുമോ അത്രയും ടെൻഷൻ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ മെയിൻ റീസൺ ഓസ്ട്രേലിയയുടെ ബൗളിംഗ് അറ്റാക്ക് വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് അറ്റാക്ക് ആണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് അറ്റാക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് താരതമ്യേന പൊതുവേ നമ്മൾ ഓസ്ട്രേലിയയോട് സ്ട്രഗിൾ ചെയ്യുന്ന അത്ര ഒരു സ്ട്രഗിൾ ഇത്തവണ വന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മുടെ ബാറ്റിംഗ് ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. പ്രത്യേകിച്ച് ശ്രേയസ് അയ്യർ പറയുകയാണെങ്കിൽ ഒരു 35 പന്തിൽ ഒരു 40 റൺസ് അല്ലെങ്കിൽ ഒരു 40 പന്തിൽ 40 റൺസ് പുള്ളി സ്കോർ ചെയ്യുന്നുണ്ട്. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിനോട് ഇന്ത്യയിൽ വെച്ച് ഒരു സെഞ്ചുറി അടിച്ചു. അതിനുശേഷം ഒരു ലോങ് ഇന്നിങ്സ് പുള്ളി കളിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 50 ബോൾ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്നിങ്സ് തുടരെ പുള്ളി കളിച്ചിട്ടില്ല. ശുഭ്മൻ ഗില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫോം തുടരുകയാണ്. 2023 അത്ര ഇല്ലെങ്കിൽ പോലും 2025 പുള്ളി ഒരു കംബാക്ക് ODI ഫോർമാറ്റ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പുള്ളി ഒരു പ്രോമിസബിൾ ബാറ്റർ ആണ്. വേൾഡ് കപ്പ് ഫൈനലിലെ പോലെ 4 റൺസിന് ഔട്ട് ആവാത്ത ഒരു സിറ്റുവേഷൻ വരട്ടെ. വിരാട് കോഹ്ലി ഒരു 2016 ഒരു റൂത്ത്ലെസ് വിരാട് കോഹ്ലി അല്ലെങ്കിൽ പോലും അത്യാവശ്യം പുള്ളി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ടോപ്പ് 3 ഇന്ത്യയെ സംബന്ധിച്ച് ഓക്കെയാണ്. ശ്രേയസ് അയ്യറും ഓക്കെയാണ്. KL രാഹുൽ എന്നൊരു പ്ലെയറിലേക്ക് വരുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി 2023 ഫൈനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 107 പന്ത് ഫേസ് ചെയ്തിട്ട് പുള്ളി ആകെ ഒരു ബൗണ്ടറിയാണ് നേടിയിരുന്നത്. ഒരു ബാറ്റിംഗ് ക്രൈസിസിനെ നേരിടാൻ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്.
ഈ ഒരു ബാറ്റിംഗ് ക്രൈസിസ് വരികയാണെങ്കിൽ വരാൻ സാധ്യത കുറവാണ്. അങ്ങനെ പറയാൻ കാരണം മാറ്റ് ഹെൻറി എന്നുള്ളൊരു ബൗളർ ചിലപ്പോൾ ഫൈനൽ കളിക്കാൻ സാധ്യത കുറവാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യൻ ബാറ്റിംഗ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ബാറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഓൾമോസ്റ്റ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻ കേസ് നമ്മൾക്കൊരു ബാറ്റിംഗ് ക്രൈസിസ് വരികയാണെങ്കിൽ KL രാഹുൽ എന്നുള്ള ഒരു പ്ലെയർ എത്രമാത്രം ട്രസ്റ്റബിൾ ആണ്? ആക്ച്വലി മുമ്പ് ധോണിയൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ബാലത്തക്കാരെ കൂട്ടുപിടിച്ച് ഒരു നല്ല ഇന്നിങ്സ് പടുത്തുയർത്താൻ പറ്റുന്നൊരു പ്ലെയറാണ് KL രാഹുൽ. പക്ഷേ എന്തോ സ്ട്രൈക്ക് റേറ്റ് അല്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ഒരുപാട് ഡോട്ട് ബോൾസ് കളിച്ച് ബൗണ്ടറീസ് പോലും നേരിടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് KL രാഹുൽ ബാറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഷുവറായിട്ടും പുള്ളിയുടെ തന്നെ മെന്റാലിറ്റിയാണ്. പുള്ളിക്ക് ടീമിനെ ഒറ്റയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള പ്ലെയറാണ് രാഹുൽ. ആദ്യത്തെ കുറെ മാച്ചുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം പുള്ളി ഒറ്റയ്ക്ക് കളിച്ച് കളി ഇന്ത്യയിൽ ജയിപ്പിക്കാൻ പറ്റുന്ന കഴിവുണ്ട്. നമ്മളിപ്പോൾ വിരാട് കോഹ്ലി എന്നൊക്കെ പറയുന്നത് അത്രത്തോളം കാലിബറും അത്രത്തോളം ചെറിയുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ രാഹുലിന് പറ്റുമായിരുന്നു, ഇപ്പോഴും പറ്റും, ഇല്ലെന്നല്ല. ഇവിടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇവിടെ മെന്റാലിറ്റി മാറ്റി കഴിഞ്ഞാൽ തീരാൻ പ്രശ്നമാകും. ഇവരുടെ മെന്റാലിറ്റി കാരണമാണ് പുള്ളി ഇപ്പോൾ നമ്പർ 6 കളിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കുന്നത് രാഹുലിന്റെ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിക്കറ്റ് കീപ്പിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡിന് വേണ്ടി ചേഞ്ച് ചെയ്തതൊക്കെയാണ് പറയുന്നത്. ഈ സ്കോറിംഗ് റൺസ് സ്ട്രൈക്ക് റേറ്റ് റണ്ണേ ബോൾ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നുണ്ട് അക്ഷർ പട്ടേൽ. അഡ്വാൻറ്റേജ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്, ബൗണ്ടറിക്ക് വരുന്നുണ്ട്, ഒരു സപ്പോർട്ട് ചെയ്ത ടീമിലായ അപ്പുറത്തോ സ്ട്രൈക്കറിന് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എന്തുകൊണ്ടും രാഹുലിന്റെ കേപ്പബിലിറ്റി രാഹുൽ മനസ്സിലാക്കി കളിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നീ താഴെ പോയിട്ടും ടീം തന്നെ ഇനി ഒന്ന് തുടരണമെന്ന് പറയാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു വിഷയം വിക്കറ്റ് കീപ്പിംഗ് ഒരു വിഷയമുണ്ട്. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം നമ്പർ 6 നടക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് രാഹുൽ കളിക്കുന്നത്. രാഹുലിന്റെ കേപ്പബിലിറ്റി ഉണ്ട്, രാഹുൽ അത് മനസ്സിലാക്കി രാഹുൽ കളിക്കും. കഴിഞ്ഞ കളി പോലും അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഈ സെമിയിൽ പോലും നല്ലൊരു സ്റ്റാർട്ടിങ് കൊടുത്തിട്ട് പെട്ടെന്ന് വിരാട് കോഹ്ലി വിക്കറ്റ് ആയപ്പോഴത്തേക്ക് പുള്ളി ബാക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കണ്ടത്. മിഡിൽ ഓർഡേഴ്സിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ബാറ്റേഴ്സിൽ ഒരാളാണ് KL രാഹുൽ. മിഡിൽ ഓവേഴ്സിൽ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ടീമിന്റെ സ്ട്രൈക്ക് റേറ്റിനും 7 കുറവായിട്ടാണ്. ടീം 100 ആണെങ്കിൽ ഇയാൾ 93 സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇന്ത്യക്ക് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് 2019 സെമിയിൽ ഫേസ് ചെയ്തതുപോലെ ആദ്യത്തെ 3 ബാറ്റേഴ്സ് ഒരു റൺസ് സ്കോർ ചെയ്ത് പോവാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു 8 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് പോവാണെന്ന് വിചാരിച്ചു. പിന്നീട് ഇറങ്ങുന്ന ശ്രേയസ് അയ്യറിന്റെ കൂടെ ആരായിരിക്കണം മൂന്നാമത്തെ വിക്കറ്റ് പോകുന്ന സമയത്ത് ഇറങ്ങേണ്ടത്? അതായത് അക്ഷർ പട്ടേലാണോ അതോ ഫൈനൽ ആയതുകൊണ്ട് KL രാഹുൽ അക്ഷർ പട്ടേലിന് മുൻപേ ഇറങ്ങണമെന്നാണോ? ഇല്ല, അക്ഷർ പട്ടേൽ തന്നെയാണ് അറിയുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. രാഹുലിന്റെ ആ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞ പ്രഷർ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പുള്ളി ഒന്ന് ബാക്ക് വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കളി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെയാണ്. കുറച്ചൊന്ന് ബാക്ക് വലിയുന്നുണ്ട്. ഷുവറായിട്ടും അക്ഷർ പട്ടേലിനെ തന്നെയാണ് കോച്ച് ഗൗതം ഗംഭീർ ചെയ്തത് ശരിയാണ്. ജാമിസ് ട്രോഫി കളിച്ച ഒരുവിധം ടീമുകളും നമ്മളെ വരുൺ ചക്രവർത്തിയെ ഫേസ് ചെയ്യാത്ത ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അനുഭവിച്ചത് ഈ ടൂർണമെന്റിലുടനീളം അയാൾക്കെതിരുള്ള ബാറ്റിംഗ് കണ്ടാൽ മനസ്സിലാവും. ന്യൂസിലാൻഡ് തകർന്നടിയും ചെയ്തു വരുണിന് മുന്നേ. ഇന്ത്യക്ക് വിജയിക്കാനുള്ള ഒരു മെയിൻ കാരണം വരുണിന്റെ ബോളിംഗ് ആയിരുന്നു. ഇപ്പൊ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യറും ഇത്ര ഫോമിലാണെന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ വേൾഡ് കപ്പ് ഫൈനൽ കണ്ടതാ, അയ്യർ പീക്ക് ഫോമിലായിരുന്നു. അതിനെല്ലാം ആൾ വന്ന് 4 ബോൾ 5 ബോളും നിന്ന് പോയി. കോഹ്ലിയുടെ കാര്യം അങ്ങനെ തന്നെ, കോഹ്ലി ഫോമിലാണ്, പക്ഷെ കോഹ്ലി ഫോമിലല്ലാന്നും പറയാം. പല ബോളേഴ്സിന് മുന്നിൽ ഇപ്പൊ മിച്ചൽ സാന്റനർക്ക് മുന്നിൽ ആൾക്കെതിരെ സ്കോർ ചെയ്യാൻ പോലും കോഹ്ലിക്ക് പറ്റുന്നില്ല നല്ല രീതിയിൽ. കരിയർ സ്ട്രൈക്കർ തന്നെ 70 താഴെയാണ് സാന്നർക്ക് എതിരെ. അപ്പോ സാന്നർ ഒന്ന് കോഹ്ലിയെ നേരത്തെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയെ ബാധിക്കും. പിന്നെ രോഹിത് നൽകുന്ന തുടക്കം, രോഹിത് ശർമ്മ എന്നുള്ള ബാറ്റർ എങ്ങനെ ഫസ്റ്റ് 10 ഓവർ ഫേസ് ചെയ്യുന്നു, ആ പവർ പ്ലേ എത്ര റൺസ് ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതുപോലെ இருக்கும் ഇന്ത്യയുടെ സ്റ്റാർട്ടിങ്ങിലെ സ്കോറിങ്. രോഹിത് തുടക്കത്തിൽ തന്നെ പോന്നു കഴിഞ്ഞാൽ സ്കോറിങ്ങിനെ ബാധിക്കും. പിന്നെ ഇന്ത്യ പതുക്കെ പോകുന്നുണ്ടാവുള്ളൂ. രോഹിത് നല്ലൊരു തുടക്കം ഇട്ട് തന്ന് പിന്നെ ഗില്ലെ അല്ലെങ്കിൽ കോഹ്ലി അയ്യർ ഈ ഒരു ഏതെങ്കിലും 3 ബാറ്റേഴ്സിൽ ഒരു നല്ല പാർട്ട്ണർഷിപ്പ് വന്നു കഴിഞ്ഞാൽ, ഈ 3 പേരിൽ 2 പേരും നല്ലൊരു പാർട്ട്ണർഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് 250+ സുഖമായിട്ട് വഴക്കാം. രജിൻ രവീന്ദ്ര ലാസ്റ്റ് മാച്ചിൽ ഒരു ലക്കി വിക്കറ്റാണ്, നല്ല രീതിയിൽ അക്സറാണ് തോന്നുന്നത് ക്യാച്ച് എടുത്തത്, ഡൈവിങ് ക്യാച്ച്. അയാളുടെ വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്ക് മാച്ചിൽ വിജയിക്കാൻ കുറച്ച് പാടായിരിക്കും. നല്ല ഫോമിലാണ് പുള്ളി. പിന്നെ വില്യംസൺ കഴിഞ്ഞ 10 കളികളിലായിട്ട് 550+ റൺസ് എങ്ങാനോ ഏകദിനത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വില്യംസണും ഫോമിലാണ്. ഈ ഒരു 2 ബാറ്റേഴ്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 250 മതിയാവില്ല ചിലപ്പോൾ. അപ്പോൾ 300+ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ബോളിംഗ് നിരക്ക് ന്യൂസിലൻഡിനെ പിടിച്ചു കെട്ടാവുന്നേ ഉള്ളൂ. നമുക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായിരുന്നത് ബുംറ എന്നുള്ള നമ്മുടെ ലോകോത്തര ബൗളർ, നമ്മുടെ നമ്പർ 1 ബൗളർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന, അതായത് ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യ പകുതി ഫ്ലോപ്പായി എന്ന് പറയുന്ന പല എക്സ്പേർട്സും ഉണ്ടായിരുന്നു.
ആ ബുംറയുടെ അഭാവത്തിൽ നമ്മൾക്ക് വേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രൈക്കിംഗ് വിക്കറ്റ് ടേക്കർ ആണ്. പവർ പ്ലേ ഓവേഴ്സിൽ നമ്മൾക്ക് സ്ട്രൈക്കിംഗ് വിക്കറ്റ് ടേക്കർ ആയിട്ട് ഓക്കെ ഷമി ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ICC നോക്കൗട്ട് ആവട്ടെ ICC ടൂർണമെന്റ്സ് മൊത്തത്തിൽ എടുത്തുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ സഹീർ ഖാനെ മറികടന്ന് ഷമി ഇപ്പോൾ ഒന്നാമത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷമി എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ ബുംറയും കൂടി വരികയാണെങ്കിൽ ഇന്ത്യ ഇത്ര അധികം സ്പിന്നിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അർഷദീപ് എന്ന് പറഞ്ഞ ഗ്യാരണ്ടി ആയിട്ട് T20 ഫോർമാറ്റിൽ ആദ്യത്തെ ഒരു 2-3 ഓവറിൽ തന്നെ ആദ്യത്തെ സ്പെല്ലിൽ തന്നെ വിക്കറ്റ് എടുക്കുന്ന ഒരു പുള്ളിയെ നമ്മൾ ഇത്രയും മത്സരങ്ങളായിട്ട് നമ്മൾ കളിപ്പിച്ചിട്ടില്ല. ഇത്രയും മത്സരങ്ങൾ നമ്മൾ കളിച്ചിട്ടും ഹർഷിത് റാണയാണ് ആദ്യത്തെ 2 മത്സരങ്ങൾ പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും ഹർഷിത് റാണ ബോൾ ചെയ്തു. അർഷദീപിനെ നമ്മൾ ടീമിൽ പരിഗണിച്ചിട്ട് പോലുമില്ല. അത് അവസാനം ഫൈനൽ പോലൊരു മത്സരത്തിൽ നമ്മൾക്കൊരു പ്രശ്നം കൊണ്ടുവരും. കാരണം അർഷദീപ് ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. പക്ഷെ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഷദീപിനെ നമ്മൾ ഇത്രയും മാച്ച് കളിപ്പിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇനി ഫൈനലിൽ കളിപ്പിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കളിപ്പിക്കാതിരിക്കാനാണ് 99% സാധ്യത. അപ്പോൾ ഹർഷിത് റാണയും ഫൈനലിൽ കളിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അർഷദീപിനെ മാറ്റിയത് ഫൈനലിൽ നമുക്കൊരു അടിയാവും തോന്നുന്നുണ്ടോ? ഫൈനലിൽ അടി ആയേക്കാം. കാരണം അർഷദീപ് ആക്ച്വലി നല്ല രീതിയിൽ വിക്കറ്റ് ടേക്കറാണ്. അടി മേടിക്കുന്ന കാര്യത്തിൽ ആൾക്ക് ഒരു ഇതില്ല, കുറവില്ല. പക്ഷേ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി നല്ല രീതിയിൽ കൂടുതലുണ്ട്. ബുംറയ്ക്ക് ഒരിക്കലും തുല്യാവുന്ന രീതിയിലുള്ള ബോളറല്ല അർഷദീപ്. ഇനിയിപ്പോൾ ഹർഷിത് റാണ ആയാലും രണ്ടുപേരും ബുംറയ്ക്ക് പകരം വെക്കാൻ പറ്റിയൊരു ബോളറല്ല. ചിലപ്പോൾ അടി ആയേക്കാം. കാരണം ഷമ്മി അത്ര ഫോമിലൊന്നുമല്ല ആക്ച്വലി. ഷമ്മി ആ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഇപ്പോഴും തുടരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആൾ ഫിറ്റ് അല്ല, കംപ്ലീറ്റ്ലി ഫിറ്റ് അല്ല. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഷമ്മിയുടെ ആ മികവ് കൊണ്ട് മാത്രം ടീമിൽ ഇടുന്നതാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട്. അല്ലെങ്കിൽ ശരിക്കും ഫിറ്റ്നസ് വെച്ചിട്ട് അർഷദീപ് അല്ലെങ്കിൽ ഹർഷിതാണ് കളിക്കേണ്ടത്. ഇന്ത്യ വിജയിച്ചു പോകുന്ന ഒരു ലൈനപ്പിൽ മാറ്റം കൊണ്ടുവരും തോന്നുന്നില്ല. അത് കൊണ്ടുവന്നു കഴിഞ്ഞ് അതിൽ ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിമർശനങ്ങളും കൂടുതൽ പുറത്തുനിന്ന് കേൾക്കേണ്ടി വരുന്ന പറ്റി തന്നെ ആ ഒരു തീരുമാനം ഇന്ത്യ എടുക്കാൻ ചാൻസ് കുറവാണ്. വരുണിലും അക്ഷർ പട്ടേലും ജഡേജയും ഇവർ 3 പേരിൽ വിശ്വസിക്കാന്ന് മാത്രം. പിന്നെ ഹർദിക് പാണ്ഡ്യ ആക്ച്വലി നല്ല ബോളറാണ്. പക്ഷേ പ്രശ്നം വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി കുറവാണെന്ന് മാത്രം. ആക്ച്വലി നല്ല ബോളറാണ്, അയാൾ കിടിലൻ പ്ലെയറാണ്. അയാളെ മികവുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും നല്ല രീതിയിൽ അയാൾ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ത്രൂ ഔട്ട് മാച്ച് ആൾക്ക് ഇന്നിങ്സ് കളിക്കാനുള്ള ഒരു സമയം വരുന്നില്ല. കാരണം വേറെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. കഴിഞ്ഞ കളി തന്നെയല്ലേ ആൾ ചേസ് ചെയ്ത് വിജയിപ്പിച്ചത്. ഞാൻ തോൽക്കുമെന്ന് കരുതിയ മാച്ചായിരുന്നു ആക്ച്വലി അത്. അപ്പോൾ ഹർദിക്കിന്റെ ബോളിങ്ങും ബാറ്റിങ്ങും നല്ല രീതിയിൽ ഉപകാരമായിട്ട് മാറും. പിന്നെ ഒരു എക്സ്ട്രാ പേസ് ബോളർ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ കൊണ്ടുവരുന്നുള്ളത്. കൊണ്ടുവന്നു കഴിഞ്ഞ് ഫ്ലോപ്പായി കഴിഞ്ഞാൽ അർഷദീപിന്റെ ഒരു പ്രശ്നം ഇതാണ്, അടി മേടിക്കുന്നതിൽ ഒരു കുറവില്ല പുള്ളിക്ക്. അത് ഇന്ത്യക്ക് വിനയാവും. കൊണ്ടുവന്നിട്ട് ഫ്ലോപ്പായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിമർശനം കിട്ടും. സ്വാഭാവിക ഒരു കോമൺ സെൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ അർഷദീപ് എന്തായാലും കളിക്കില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു എന്താ പറയേണ്ടത്, ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തന്നെ അത് വലിയൊരു റിസ്ക് ഫാക്ടർ ആയിരുന്നു. അർഷദീപ് ഇല്ലാതെ ഹാർദിക്കിനെ വെച്ചുകൊണ്ട് ഷമിയും ഹാർദിക്കിനെ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ കളിക്കാൻ ഇറങ്ങുക എന്നുള്ളത്. അത് ഒരു പകരക്കാരനായിട്ടെങ്കിലും ഡെത്ത് ഓവേഴ്സ് എറിയാനായിട്ട് ഹർഷിത് റാണ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹർഷിത് റാണേനെയും മാറ്റിയിട്ട് വരുണിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതും ഒരു മാസ്റ്റർ സ്ട്രൈക്കാണ്. നമ്മൾക്കിപ്പോൾ അതെ. ഈ പറഞ്ഞ ശ്രീലങ്കയ്ക്കെതിരെ ആണെങ്കിലും ന്യൂസിലൻഡിനോട് എതിരെയുള്ള ടെസ്റ്റ് മത്സരമാണെങ്കിൽ നമ്മൾ ഗൗതം ഗംഭീർ ടീമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും, ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, യങ് പ്ലേയേഴ്സിന് ചാൻസ് കിട്ടുന്നതൊക്കെ പറഞ്ഞ് ഓക്കെ അതൊക്കെ പുള്ളി മോൾഡ് ചെയ്തെടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് മോശം റെക്കോർഡുകളാണ് ഗൗതം ഗംഭീറിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അതിൽ അത്രയും റിസ്ക് എടുത്തുകൊണ്ട്, ഒന്നാമത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ ബുംറ ഇല്ല, രണ്ടാമത്തെ റിസ്ക് ബുംറയ്ക്ക് പകരം ഹർഷിത് റാണ കളിക്കുന്നു. പിന്നെ ഹർഷിത് റാണയെ മാറ്റിയിട്ട് ഹാർദിക് പാണ്ഡ്യയെ ഒരു മെയിൻ ബൗളറായിട്ട് പവർ പ്ലേ ഓവേഴ്സ് ചെയ്യിപ്പിച്ച് ഡെത്തിലും ചെയ്യിപ്പിച്ച് ബാക്കി കംപ്ലീറ്റ് ഓവേഴ്സും കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു 30-35 ഓവേഴ്സും കൊണ്ടുപോകുന്നത് സ്പിന്നേഴ്സാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ സ്പിൻ ബൗളേഴ്സിനെ ഏറ്റവും നന്നായി കളിക്കാൻ അറിയുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ന്യൂസിലൻഡിനുള്ളത്. എസ്പെഷ്യലി ലേതം, പുള്ളിയുടെ സ്വീപ്പിംഗ്, പുള്ളി ഓൾമോസ്റ്റ് എല്ലാ ബോളും സ്വീപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ലേതം. സച്ചിൻ രവീന്ദ്ര നന്നായിട്ട് സ്പിന്ന് കളിക്കും. വില്യംസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, ലോകോത്തര ബാറ്റ്സ്മാനാണ്. വില്യം നല്ല ഫോമിലാണുള്ളത്. ഡാരൽ മിച്ചലും നല്ലപോലെ സ്പിന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഇന്ത്യയുടെ മെയിൻ ആയുധം എന്ന് പറഞ്ഞാൽ ബൗളിംഗ് ആണ്. ഇപ്പോൾ രണ്ട് ടീമിൻ്റെയും ബാറ്റിംഗ് വളരെ സ്ട്രോങ് ആണ്. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300-നടുത്ത് സ്കോർ ചെയ്യാൻ രണ്ട് ടീമിനെ കൊണ്ടും പറ്റും. ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ ചേസ് ചെയ്യുന്ന ടീം ജയിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഇന്ത്യ ചേസ് ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു മെയിൻ ഫാക്ടറായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡ് ഫസ്റ്റ് മാച്ച് കളിച്ച സമയത്ത് മാറ്റ് ഹെൻറി എന്നുള്ള പ്ലെയർ 5 വിക്കറ്റ് എടുത്തു. പുള്ളിക്ക് ഒരു ക്യാച്ച് എടുക്കുന്നതിനിടെ എനിക്ക് തോന്നുന്നു ക്ലാസിന്റെ ക്യാച്ചാന്ന് തോന്നുന്നു, ഒരു പരിക്ക് പറ്റി. അതുകൊണ്ട് മാറ്റ് ഹെൻറി കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു സാഹചര്യത്തിൽ ബൗളിംഗ് വൈസ് ഇന്ത്യക്കാണ് കൂടുതൽ മുൻതൂക്കം. കാരണം ന്യൂസിലൻഡിന്റെ സ്ട്രൈക്ക് ബോളറായിട്ടുള്ള മാറ്റ് ഹെൻറി
നാളെ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മാറ്റ് ഹെൻറി കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 80% ഇന്ത്യ ജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ബാറ്റ്സ്മാൻമാരെ തളയ്ക്കാൻ മാത്രമുള്ള ഒരേ ഒരു ബൗളർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സാൻഡലറാണ്, മിച്ചൽ സാൻഡലറാണ്. ഓവറോർക്കാണെങ്കിലും അത് അത്ര സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ എന്താണ് ആ ഒരു കാര്യത്തിൽ ഷിഹാബിന്റെ ഒപ്പീനിയൻ, അവരുടെ ബൗളിംഗ് വേഴ്സസ് നമ്മുടെ ബാറ്റിംഗ്? ന്യൂസിലാൻഡ് ബോളിംഗ് ലൈനപ്പ് ആക്ച്വലി മോശമാണ് ഈ ടൂർണമെന്റിൽ. അവര് കഴിഞ്ഞ ഒരു ICC ടൂർണമെന്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി മോശമാണ്. പക്ഷേ ഈ മാറ്റ് ഹെൻറി ഉള്ളത് ഇന്ത്യക്ക് ആക്ച്വലി നെഗറ്റീവ് ആവരുത്. മാറ്റ് ഹെൻറി ഇന്ത്യക്കെതിരെ എന്നും ഫോം ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. എന്നും മീൻസ് മിക്ക മത്സരങ്ങളിലും, പ്രധാനപ്പെട്ട മത്സരങ്ങളിലും. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലടക്കം 5 വിക്കറ്റ് എടുത്ത്. സാൻഡർ ആക്ച്വലി നെഗറ്റീവ് ത്രെട്ടായി മാറുന്നത് റൺസ് ലീക്ക് ചെയ്യില്ല. ആള് വിക്കറ്റ് എടുക്കുന്നതിൽ പേടിക്കേണ്ട ആവശ്യമില്ല, റൺസ് ലീക്ക് ചെയ്യില്ല. അത് ഇന്ത്യക്ക് ഉപദ്രവമാണ്. ബാക്കിയുള്ള ബോളേഴ്സിൽ ജാമിയസ് മാത്രമാണ് കുറച്ചെങ്കിലും ഇന്ത്യക്ക് ത്രെട്ട് കൊടുക്കാൻ പറ്റുന്നത്. മാറ്റ് ഹെൻറി ഇല്ലെങ്കിൽ ന്യൂസിലാൻഡ് ബോളിംഗ് ലൈനപ്പ് 50% താഴെയും മോശമായിട്ട് തീർന്നു. പിന്നെ ഇന്ത്യക്ക് സിമ്പിളായിട്ട് മാറും കാര്യങ്ങൾ ബാറ്റിംഗ്. പിന്നെ ഇന്ത്യൻ ബാറ്റിംഗ് അത്രയും ദുരന്തമായിട്ട് മാറണം. പിന്നെ ഇന്ത്യയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് സ്പിന്ന് കളിക്കാൻ കഴിയുന്നത്, നല്ല രീതിയിൽ കഴിയുന്നത് അയ്യറിന് മാത്രമാണ്. പിന്നെ അക്സറിന് കഴിയും. രാഹുൽ ഒരുവിധം കളിക്കുമ്പോൾ പോലും അയ്യർ മാത്രമാണ് സ്പിന്നിനെതിരെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. പിന്നെ ഈ ന്യൂസിലാൻഡ് ബോളേഴ്സിനെതിരെ ഗില്ലിന് മോശം റെക്കോർഡ്, നല്ല രീതിയിലുള്ള റെക്കോർഡാണ് ഇപ്പോഴത്തെ കറന്റ് ന്യൂസിലാൻഡ് ബോളേഴ്സിനെതിരെ ഉള്ളത്. പക്ഷേ ഗില്ലും ക്വാളിറ്റി സ്പിന്നിനെതിരെ മോശം ഫോം തെളിയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഗില്ല് ഇപ്പോൾ പീക്ക് ഫോമിലാണ് ആളുള്ളത്. ഹെൻറി ഇല്ലാത്തൊരു ന്യൂസിലാൻഡ് ബോളിങ്ങിനെതിരെ ഇന്ത്യക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നത്, സാന്നറെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് ലൈനപ്പ് അവരെല്ലാവരും സ്പിന്നിനെതിരെ കളിക്കും. ദേവ് വിട്ട ഒരാളുണ്ട്, ഗ്ലെൻ ഫിലിപ്സ്. ഇയാൾ സ്പിന്നിനെതിരെ ഇടലും ചീറ്റിങ് നടത്തുന്ന ആളാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് ഒരു പേടിയാണ്. പിന്നെ വരുണിനാണ് വിശ്വാസം. വരുണ് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 കൊല്ലം കൊണ്ട് അയാളുടെ പേസിൽ 4 km/h അയാൾ ആവറേജ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വിക്കറ്റ് ഇടുന്നത്. അതിന് മുന്നേ അയാൾ നല്ല രീതിയിൽ അടികൊണ്ടിരുന്നത് ഒരു IPL. അതുപോലെ ഇന്ത്യൻ ടീമൊന്നും അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് ഇന്ത്യൻ ടീമിലോട്ട് വരുന്നത്. അപ്പോൾ വരുണിനൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ അതിൻ്റെ എത്ര സ്പിന്നിനെ കളിക്കുമെന്ന് പറഞ്ഞാലും വരുണിന് മിസ്റ്ററി സ്പിന്നറാണ്. അപ്പോൾ ഒരു വിശ്വാസം വരുണിലുണ്ട്. ഇന്ത്യൻ ബാറ്റിംഗ് നിര ഒരു 300+ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിജയിക്കാം. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ. ചേസിംഗ് ആണെങ്കിൽ വലിയ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ന്യൂസിലൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഒരുപാടുണ്ട്. ഒരു ആദ്യത്തെ 8 ബാറ്റേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കീ ബൗളേഴ്സ് ആയിട്ടുള്ള അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡ് ബൗളേഴ്സാണ്. ഒരു രച്ചിൻ രവീന്ദ്ര, അല്ലെങ്കിൽ ഒരു ടോം ലേത്തം, അല്ലെങ്കിൽ ഒരു മിച്ചൽ സാന്നർ, ഇവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ സ്പിന്നേഴ്സിനെ എളുപ്പത്തിൽ പിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവരെല്ലാവരും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണ്. പക്ഷേ കുൽദീപ് യാദവ് നമുക്കറിയാം, ഗൂഗിളി ബോൾ ചെയ്യുന്നു, LBW ആയിട്ട് കുരുക്കുന്നു. പക്ഷേ റൈറ്റ് ഹാൻഡേഴ്സിൽ പുള്ളിക്ക് വിക്കറ്റ് കിട്ടാത്തതിന്റെ മെയിൻ കാരണം പുള്ളി ബോൾ ചെയ്യുമ്പോൾ, ഓവർ ദ വിക്കറ്റ് ബോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലെഗ് സ്റ്റമ്പിന് വെളിയിലായിരിക്കും ബോൾ പിച്ച് ചെയ്യുന്നത്. ആ ഒരു കാരണം കൊണ്ട് കുൽദീപ് യാദവിന് എപ്പോഴും റൈറ്റ് ഹാൻഡേഴ്സിന് വിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഒരുപാടുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഫൈനൽ മാച്ചസിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് വരുൺ ചക്രവർത്തിയേക്കാൾ കൂടുതൽ കുൽദീപ് യാദവിനാണ്. അതേപറ്റി എന്തോ? കുൽദീപും വരുണും ഒരുപോലെ ഇന്ത്യക്ക് യൂസ് ആവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ. കാരണം വരുൺ ഓൾറെഡി കഴിഞ്ഞ മത്സരത്തിൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ്, പിന്നെ വരുണിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് വിനയാവും ഈ ബാറ്റേഴ്സിന്. പിന്നെ കുൽദീപ് നല്ല രീതിയിൽ അവർക്ക് പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിന് കുൽദീപിന്റെ ബോളിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് 10 ഓവർ 20 ഓവർ എറിയുന്നത് അക്ഷറും ജഡേജയാണ് തോന്നുന്നത്. അവരെ സിമ്പിളായിട്ട് പിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ രചന ആയാലും ആരായാലും റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെതിരെയും ഫോം ആവുന്നതാണ് വിശ്വാസം. എന്ത് വന്നാലും ഇന്ത്യൻ ബോളിംഗ് ലൈനപ്പ് ഇപ്പോൾ കറന്റ് നല്ല ഫോമിലാണ്. ഒരു പേസറെ കുറവ് നല്ല രീതിയിലുണ്ട്. പവർ പ്ലേയിൽ ഉപദ്രവം ആവില്ലെങ്കിൽ പോലും ഡെത്ത് ഓവേഴ്സിൽ നല്ല രീതിയിൽ ഇന്ത്യയെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ബാറ്റേഴ്സ് അപ്പുറത്ത് ഇപ്പോൾ ഫിലിപ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ സ്പിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റൺസ് ലീക്കാവും. ഫിലിപ്സ് ഒരു 50-50 പ്ലെയർ ആണ്. ആ 50 ന്യൂസിലൻഡിന് അനുകൂലമാണെങ്കിൽ നല്ല രീതിയിൽ റൺസ് അവർക്ക് കിട്ടും. അത് ഇന്ത്യക്ക് ഉപദ്രവമായിട്ട് മാറാനാണ് ചാൻസ്. ഇതൊക്കെ ന്യൂസിലൻഡ് ആസ് എ ഫീൽഡിംഗ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ന്യൂസിലൻഡ്. അതിൽ മെയിനായിട്ട് വില്യംസന്റെയും മിച്ചൽ സാൻഡറിന്റെയും ഗ്ലെൻ ഫിലിപ്സിന്റെയും ഒക്കെ ഈ ഒരു ഫീൽഡിംഗ് ആണ്. പക്ഷെ ബൗളിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ത്യക്കാണ് മുൻതൂക്കം. അതെ, ഫിലിപ്സ് ഞാൻ പറഞ്ഞ പോലെ ബാറ്റിങ്ങിൽ അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയ പ്ലെയർ അല്ല. സ്റ്റിൽ ഫോം ആയി കഴിഞ്ഞാൽ പ്രശ്നമായിട്ട് വരും. പക്ഷെ ഫീൽഡിൽ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ന്യൂസിലൻഡിന് റൺസുകൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. റൺസ് മാത്രമല്ല വിക്കറ്റും എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ടോസ് വിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 14 ടോസ് തോറ്റ് ഒരു റെക്കോർഡിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ തവണ ടോസിന് ശേഷം രോഹിത് പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ല, ഒരു ഡബിൾ മൈൻഡോടെ ആയിരുന്നു വന്നത്, അതുകൊണ്ട് ടോസ് ലൂസ് ചെയ്യുന്നത് നന്നായി എന്നാണ് രോഹിത് പറഞ്ഞത്. പക്ഷേ ഫൈനലിൽ ടോസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നാണ് സഞ്ജയ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ടോസ് ഇന്ത്യ വിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യുന്നതാണോ അതോ ചേസ് ചെയ്യുന്നതാണോ നല്ലത്?
ഇന്ത്യ ബാറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഫൈനലാണ്. ഫൈനലിൽ നമ്മൾ TCR ഇറങ്ങി അത്രത്തോളം പ്രശ്നമായിരിക്കും. ഇൻ കേസ് നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെക്യൂരിറ്റി അല്ലെങ്കിൽ പിച്ചിന്റെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ബോളിംഗ് ചേസ് ചെയ്യാം, നമ്മൾ കോൺഫിഡൻസ് ചേസ് ചെയ്തിട്ട് ചിലപ്പോൾ ബീറ്റ് ചെയ്യാൻ പറ്റിയെന്നല്ല. നമ്മുടെ 2023 വേൾഡ് കപ്പ് ഫസ്റ്റ് ബാറ്റിംഗ് ഒരു സെക്കൻഡ് ബാറ്റിങ്ങിലോട്ട് മാറിക്കഴിഞ്ഞാലും ഈ സെയിം അവസ്ഥയാണ്. ഫസ്റ്റ് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി സ്റ്റാർട്ട്. രോഹിത് എന്തായാലും ആ ഒരു രീതിക്ക് നിൽക്കാൻ പോകുന്നില്ല. രോഹിത് ഇന്ത്യനാണോ പുള്ളി ഹിറ്റിംഗ് മാക്സിമം സ്കോർ അടിച്ചെടുത്ത് അടുത്ത് വരുന്ന കോഹ്ലിക്കായാലും ശ്രേയസിനായാലും അല്ലെങ്കിൽ ഗില്ലിനായാൽ പോലും അവിടെ സെറ്റ് ചെയ്യാൻ അവർക്ക് സമയം കൊടുക്കാൻ ബോൾ അത്രയും വേസ്റ്റ് ചെയ്യാതെ രോഹിത് ശർമ്മ പയ്യെ രോഹിത് ക്രീസിൽ നിന്ന് 10 ഓവറിനുള്ളിൽ റൺസ് പുള്ളിക്ക് അടിച്ചെടുക്കും. പുള്ളി ഔട്ടാകുന്നതിന് എത്ര സ്കോർ ചെയ്ത് അത്രയും ബോൾ സേവ് ചെയ്യാൻ പറ്റുമോ അത്രയും സേവ് ചെയ്ത് കഴിയും. വിരാട് കോഹ്ലിക്ക് അത്രയും ബോളിംഗ് കിട്ടും. അതുപോലെ മില്യനും ബോൾ കിട്ടും. സെറ്റിലായി കഴിഞ്ഞ് പറ്റില്ല അങ്ങനെ സ്കോർ ചെയ്ത് ഒരു 250 മേളിൽ കൊണ്ടുപോവുക. ക്രിക്കറ്റിനിടയ്ക്ക് ശിഹാബ് പറഞ്ഞ പോലെ സേഫ് സ്കോറാണ്. പക്ഷേ ദുബായിലെ പിച്ചസിന്റെ കാര്യം പറയാൻ പറ്റില്ല. 260-270 പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ദുബായ് പിച്ച് പിന്നിന് അനുകൂലമാണ് ഇതുവരെയുള്ള കളികളിൽ. ഇപ്പം ന്യൂസ് കണ്ട് പാകിസ്ഥാൻ ഇന്ത്യ മാച്ചിലെ സെയിം പിച്ചാണ് ഒരുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് സ്പിന്നിന് അനുകൂലമായിരിക്കും. സ്പിന്നിന് അനുകൂലം മീൻസ് സ്ലോ ആയിരിക്കും പിച്ച്, സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചേസിങ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ചിലപ്പോൾ അത് ഉപദ്രവമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ചേസിങ് ആണെങ്കിൽ ഇന്ത്യ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് അനുസരിച്ചിരിക്കും റിസൾട്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 250+ സ്കോർ തന്നെ നല്ല സ്കോറാണ് ദുബായിൽ ഫസ്റ്റ് ഇന്നിങ്സ്. പക്ഷെ 300+ ആണ് സേഫ്. 250 താഴെ വന്നു കഴിഞ്ഞാൽ അത് ന്യൂസിലൻഡിന് എഡ്ജ് ഉണ്ടാവാൻ നല്ല രീതിയിൽ മത്സരത്തിൽ നല്ല രീതിയിൽ എഡ്ജ് കിട്ടും. നമ്മൾ ഈ ടൂർണമെന്റിൽ ആകെ ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ന്യൂസിലൻഡിനെതിരെ മാത്രമാണ്. അതൊരു സിറ്റുവേഷനിൽ ഓക്കെ നമ്മൾ എന്തൊക്കെ ആധികാരികമായിട്ട് ന്യൂസിലൻഡിനോട് ജയിച്ചു എന്ന് പറഞ്ഞാലും ഒരു സിറ്റുവേഷനിൽ വില്യംസൺ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നൊരു സിറ്റുവേഷൻ വന്നിരുന്നു. അവിടെ വരുൺ ചക്രവർത്തി നല്ല രീതിയിൽ ആ കറക്റ്റ് മാച്ചിൽ തന്നെയാണ് വരുൺ ചക്രവർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ വരുൺ ചക്രവർത്തി നല്ലൊരു കംബാക്ക് നടത്തുന്നതും ന്യൂസിലൻഡിനെ തുടരെയുള്ള വിക്കറ്റുകൾ പോകുന്നതും ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതും. ഇത്രയും റെഡ് ഹോട്ട് ഫോമിൽ നിൽക്കുന്ന രച്ചിൻ രവീന്ദ്ര അതുപോലെ വില്യംസൺ ഇവർ രണ്ടുപേരും ഉള്ള സ്ഥിതിക്ക് ചേസിങ് ഇന്ത്യക്ക് ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ചേസിങ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. എനിവേ എന്തായാലും ഒരു 300 റൺസൊക്കെ നമ്മൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം 300 രണ്ടാമത് എസ്പെഷ്യലി ദുബായ് പോലൊരു പിച്ചസിൽ ബാറ്റ് ചെയ്യുന്നത് 300 ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ദുഷ്കരമായിരിക്കും. എസ്പെഷ്യലി അവർക്ക് ഡ്യൂ ഫാക്ടേഴ്സ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടൊരു 300 തന്നെ ആയിരിക്കും തോന്നുന്നു ഒരു സേഫ് സ്കോർ. അത് ഇന്ത്യക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്ത്യ ചേസിങ്ങിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. എനിവേ ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രോങ് ആണ്. ന്യൂസിലൻഡിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൗളിങ്ങും സ്ട്രോങ് ആണ് മാറ്റ് ഹെൻറി ഇല്ലാത്ത സാഹചര്യത്തിൽ. പക്ഷെ ഫീൽഡിങ്ങിൽ ന്യൂസിലൻഡ് എന്തായാലും ഒരു 30-40 റൺസ് സേവ് ചെയ്യാൻ ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. എനിവേ ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു ഫൈനൽ മാച്ചിന് മുന്നേ ആയിട്ട് പറയാനുള്ളത്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടായിരിക്കും, അത് ക്ഷമിക്കുക. നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഫൈനൽ മാച്ചിന് ശേഷം ഒരു റിവ്യൂ വരുന്നുണ്ടായിരിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളൊരു ക്രിക്കറ്റ് ഗ്രൂപ്പിലെ 2-3 സുഹൃത്തുക്കൾ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്, എക്സ്പേർട്സ് ഒന്നും അല്ല. ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്.